ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ലിൻസീസ് ലിങ്കിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ റോസ് ഗാർഡനാണ്. അതായത് എൻ്റെ ചെറിയൊരു റോസ് ഗാർഡൻ, അതായത് എൻ്റെ കയ്യിലുള്ള കുറച്ച് റോസ് ചെടികളെല്ലാം കൂടി ഒരുമിച്ച് വെച്ച് എൻ്റെ റോസ് ചെടിയുടെ ഒരു കളക്ഷനാണ്. ഓക്കെ, അതുമാത്രമല്ല ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഈ കംപ്ലീറ്റ് നമ്മുടെ റോസ് പ്ലാന്റ്സിൻ്റെ കംപ്ലീറ്റ് കെയറും, അതുപോലെ തന്നെ ഇതിന് എന്തൊക്കെ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കാം, എന്തൊക്കെ ജൈവവളം കൊടുക്കാം, ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, റോസ് പൂക്കൾ വളരെ മനോഹരമാണ്. ആരെയും അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സാണ് റോസ് പ്ലാന്റ്സിൻ്റേത്. അന്നേരം റോസ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ റോസാപ്പൂവുകൾ ഇഷ്ടമുള്ളവർ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഇത് പല കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. അന്നേരം അതൊക്കെ നമ്മൾ എല്ലാവരും പറയും സാധാരണയായിട്ട് റോസ് ഇനി ഞാൻ മേടിക്കുന്നില്ല, ഞാൻ മടുത്തു റോസ് വാങ്ങിച്ചു എന്നൊക്കെ പറയും. കാരണം ഒരു പ്രാവശ്യം മേടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഉണങ്ങി പോവുക അല്ലെങ്കിൽ മുരടിച്ചു പോവുക എന്നൊക്കെ കുറേ കംപ്ലയിൻറ്റ്സ് ഉണ്ട്. അന്നേരം അതിനൊക്കെയുള്ള ഒരു മറുപടി, ഒരു സൊല്യൂഷൻ ഞാൻ ഇന്ന് പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ഒരു പ്രാവശ്യം റോസ് പ്ലാന്റ്സ് മേടിച്ച് കഴിഞ്ഞാൽ അതിന് കുറേ കെയർ ഉണ്ട്. ഓക്കെ, അന്നേരം ആ കെയർ നമ്മൾ നല്ലതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് ഒരിക്കലും മുരടിച്ചു പോവുകയോ വാടിപ്പോവുകയോ ഒന്നും ചെയ്യത്തില്ല. ഓക്കെ, എന്നും റോസ് പ്ലാന്റ്സിൻ്റെ പ്രത്യേകത ഉണ്ട്, എന്നും അതിൽ പൂക്കൾ കാണുകയും ചെയ്യും. ഈ രീതികൾ, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി എന്നും നിങ്ങളുടെ റോസ് പൂക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് കണ്ടോ, എന്ത് രസം അതിൻ്റെ പൂക്കളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. പൂക്കളും ഇലകളും ഒക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടികളിലൊന്നാണ് ഈ റോസാപ്പൂക്കൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇത് കണ്ടോ, അതിൻ്റെ കുഞ്ഞു പൂക്കളാണ്, പക്ഷേ എന്ത് രസം അത് കാണാൻ. ഇത് ബട്ടൺ റോസ് എന്നാണ് ഈ റോസിൻ്റെ പേര്. അതിൻ്റെ തന്നെ വൈറ്റ് ഉണ്ട്, അതേപോലെ പിങ്ക് ഉണ്ട്. അങ്ങനെ ഇത് കുറച്ചും കൂടെ വലിയ പൂക്കളുള്ള റോസ്. അങ്ങനെ പല തരത്തിലുള്ളതുണ്ട്. ഇനി നമുക്ക് റോസിനെ എങ്ങനെ കെയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു റോസ് ചെടി മേടിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ പ്ലാന്റിൻ്റെ പോട്ടിൽ, അതായത് ചട്ടിക്കകത്ത് നിറയെ കളകളൊക്കെ വന്ന് കയറാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ആ കളകളൊക്കെ നമ്മൾ ആ സമയം അനുസരിച്ച് പറിച്ച് കളയുക. കളകൾ പറിച്ച് കളഞ്ഞതിന് ശേഷം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക. അതുകൂടാതെ തന്നെ അതിൻ്റെ മണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം മണ്ണ് ഇളക്കി കൊടുക്കാൻ നേരം അതിൻ്റെ വേര് നല്ലതുപോലെ ഓടാനത് നല്ലതാണ്. അതുമാത്രമല്ല ഈ മണ്ണിലുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ചെടിക്ക് അതിൻ്റെ വേരിലൂടെ വലിച്ചെടുക്കാനും അത് സഹായിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ മണ്ണൊന്ന് ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നനയ്ക്കുകയും വേണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ റോസാ ചെടികൾക്ക്. കാരണം ഒരു ദിവസം നമ്മൾ നനച്ചില്ല എങ്കിൽ തന്നെ റോസ് ചെടിയൊക്കെ നല്ല വെയിലുള്ള ബ്രൈറ്റ് സൺലൈറ്റൊക്കെ ഉള്ളിടത്താണെങ്കിൽ നമ്മുടെ ഈ ചെടി പെട്ടെന്ന് ഉണങ്ങിപ്പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അന്നേരം ഒരുപാടങ്ങ് ബ്രൈറ്റ് സണ്ണിൽ വെക്കുന്നത് നല്ലതാണ്, പക്ഷേങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് നമ്മുടെ റോസ് പ്ലാന്റ്സിന് വേണ്ടിയ വളമാണ് ഞാൻ പറഞ്ഞിരുന്നത്. നമ്മളെന്നും നമ്മുടെ വീട്ടിലുള്ള ചായ ഇട്ടതിന് ശേഷമുള്ള നമ്മുടെ തേയില കേട്ടോ, ആ വേസ്റ്റ്, നമ്മുടെ തേയില ചണ്ടി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ചായ ഇട്ടതിന് ശേഷം അത് നമ്മുടെ തേയില എന്ന് പറയുന്നത് നല്ലൊരു ജൈവവളമാണ് നമ്മുടെ റോസാ ചെടിക്ക്. അത് ഇട്ടതിന് ശേഷം മണ്ണൊന്ന് ഇളക്കി അതിൻ്റെ മുകളിലേക്ക് ഇടുക. കാരണം നമ്മൾ തേയില ഇട്ടതിന് ശേഷം അങ്ങ് പോവുകയാണെങ്കിൽ ഇൻസെക്ട്സ് ഒക്കെ വരാൻ, അതായത് ഈച്ചകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് മണ്ണിളക്കി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ രണ്ടാമത് വളരെ ഇമ്പോർട്ടൻ്റായിട്ട് നമ്മുടെ റോസായ്ക്ക് വേണ്ടിയൊരു കാര്യമാണ് നമ്മുടെ മുട്ടത്തോടെന്ന് പറഞ്ഞാൽ ധാരാളം ന്യൂട്രിയൻസ് മുട്ടത്തോടിനകത്തുണ്ട്. കാൽഷ്യം, ഫോസ്ഫറസ്, സിങ്ക്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഒക്കെ നമ്മുടെ മുട്ടത്തോടിനകത്തുണ്ട്. അന്നേരം ഈ മുട്ടത്തോട് ഇടുമ്പോൾ ഇതേപോലെ നമ്മളൊന്ന് പൊടിച്ചിടുക, നല്ലതുപോലെ ക്രഷ് ചെയ്തിട്ടിടുക. ഇല്ലെങ്കിൽ വേറൊരു സൂത്രം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് ഒരു പൾസ് ചെയ്യുക, അതായത് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും. അന്നേരം ആ പൊടി കൊണ്ടുവന്ന് ഓരോ സ്പൂൺ വീതം നമ്മളെല്ലാ റോസാ ചെടിക്കും ഇടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റോസാ പ്ലാന്റ്സിന് ഈ കാൽഷ്യമൊക്കെ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇടുന്നതിലും ഒന്നുകൂടെ നല്ലതാണ്. ഞാൻ പറഞ്ഞ പോലെ മിക്സിയിലിട്ട് നല്ലതുപോലെ പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ഇടുക. ഇട്ടതിന് ശേഷം നമ്മൾ മണ്ണ് കുറച്ച് തന്നെ മുകളിലേക്കൊന്ന് ഇങ്ങനെ ഒന്ന് ഇടുക.
ഒന്ന് ഇളക്കി മണ്ണ് ഈ മുട്ടത്തോടിൻ്റെ മുകളിലേക്ക് ഇടുക. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റോസാ പ്ലാന്റ്സ് എന്നും പൂക്കുകയും ചെയ്യും, അത് നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. അതല്ലാതെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ട് പിന്നെ അത് ആ വഴി പോകത്തേ ഇല്ല. അന്നേരം പിന്നീട് വന്ന് നോക്കുമ്പം അത് സാധാരണ പോലെ ഉണങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അന്നേരം അങ്ങനെ ചെയ്യാതെ നമ്മൾ ഡെയിലി വന്ന് നോക്കുക. അതായത് നമ്മൾ കെയറും ലവും അഫക്ഷനും ഒക്കെ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന പോലെ തന്നെ ചെടികളും നമ്മളിൽ നിന്ന് അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ അതിന് വേണ്ട ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ വേണം. അന്നേരം അതിന് വേണ്ടിയ വളങ്ങളും ഒക്കെ നമ്മൾ കൊടുത്താൽ മാത്രമേ ചെടിയും നമുക്ക് വേണ്ടി പൂക്കളും ഒക്കെ തരത്തുള്ളൂ. അന്നേരം എല്ലാ ചെടിക്കും ഇതേപോലെ നമ്മൾ കൊടുക്കുക. ഞാനാണെങ്കിൽ എന്നും വന്ന് എൻ്റെ ചെടികളെ എല്ലാം നോക്കുകയും അതിൻ്റെ ഇലകളിലൊക്കെ ഒന്ന് സ്പർശിക്കുകയും ഒക്കെ ചെയ്യും. അന്നേരം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചെടി എന്നും പൂക്കുകയും ചെയ്യും. കണ്ടോ, ഇതിൻ്റെ ആ റെഡ് ഫ്ലവർ കാണാൻ എന്ത് രസമാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയത്, നമ്മുടെ റോസാ പ്ലാന്റ്സിന് ഒരുപാട് വലിയ ചട്ടിയിലൊന്നും വെക്കേണ്ട കാര്യമില്ല. ഇത് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. ഇത് കണ്ടോ, ഇതൊക്കെ വലിയ വലിപ്പമില്ലാത്ത ഒരു ചട്ടി തന്നെയാണിത്. അന്നേരം ആ ചെറിയൊരു ചട്ടി മതിയാകും നമ്മുടെ റോസാ പ്ലാന്റ്സൊക്കെ വെക്കാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് സ്ഥലമുള്ള ബാൽക്കണിയിലും ടെറസിലും ഒരുപാട് മുറ്റമില്ലാത്തവർക്കും ഒക്കെ ചെറിയ ചട്ടിയിൽ തന്നെ റോസ് വളർത്തി നല്ല മനോഹരമായ പൂക്കളൊക്കെ വിടർത്തി അത് നല്ലപോലെ ഇരിക്കുന്നത് കാണാൻ പറ്റും. വളരെ അട്രാക്റ്റീവായിട്ട് തോന്നും. അന്നേരം ഒരുപാട് വലിയ ചട്ടിയും ഒരുപാട് സ്പേസും ഒന്നും വേണ്ട കുറച്ച് റോസ് ചെടികളൊക്കെ വളർത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ നമ്മൾ ചായ ഇട്ടതിൻ്റെ മട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, പിന്നെ മുട്ടത്തോട് പൊടിച്ചിട്ട് കൊടുക്കുക. പിന്നെ ചാണകപ്പൊടി ഒരുപാട് നല്ലതാണ് കേട്ടോ. ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിലും ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് മന്ത്ലി വൺസ് ചെയ്താൽ, അല്ലെങ്കിൽ ട്വൈസ്, മന്ത്ലി 2 പ്രാവശ്യം ചെയ്താലും മതി. നമ്മുടെ ചെടികൾ നല്ലതുപോലെ പൂക്കുകയും പുഷ്പിക്കാൻ ഇതൊക്കെ നല്ലതാണ്. ഇത് കൂടാതെ നല്ല ഒരു ജൈവവളമുണ്ട്, നല്ലൊരു ബയോ ഫെർട്ടിലൈസർ. എൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ചെടിക്കും നല്ലതാണ്. സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ തടത്തിൽ അല്ലെങ്കിൽ ചെടിയുടെ മൂട്ടിൽ ഒഴിച്ചു കൊടുത്താലും മതി. അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് ഈ റോസ് ചെടികളുടെ മുരടിപ്പൊക്കെ മാറ്റാൻ വളരെ നല്ലൊരു സൊല്യൂഷനാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ പഴം കഴിച്ചിട്ട് പഴത്തിൻ്റെ തൊലി നമ്മളെല്ലാം ഒന്ന് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. ഈ ഓരോ പഴത്തിൻ്റെ തൊലി കൊണ്ട് ഇതിൻ്റെ മൂട്ടിൽ കുഴിച്ചിട്ടാലും മതി. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഇത് പഴത്തിൻ്റെ തൊലി നമ്മൾ ഈ റോസ് ചെടിയുടെ മൂട്ടിലൊന്ന് കുഴിച്ചിടുകയാണെങ്കിൽ കാണാൻ പറ്റും, മാജിക് പോലെ വിതിൻ 2 or 3 days പുതിയ ഇലകളും പുതിയ ബഡ്സും പൂക്കളും ഒക്കെ വരുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അത് വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് പഴത്തിൻ്റെ തൊലി. കാരണം പഴത്തിൻ്റെ തൊലിക്കകത്ത് ധാരാളം പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്. അതിന് പൊട്ടാഷ്യമൊക്കെ നമ്മുടെ ഈ പ്ലാന്റ്സിന് വളരെ വേണ്ടിയ ഒരു ഇതാണ്. അന്നേരം മിനറൽസൊക്കെ വളരെ വേണ്ടി. അന്നേരം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെടികളെന്നും കായ്ക്കും. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രൂണിങ്. പ്രത്യേകിച്ച് റോസ് പ്ലാന്റ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കൊരു പൂ വന്നു കഴിഞ്ഞാൽ ആ പൂവ് പോയതിന് ശേഷം, പൂവ് ഉണങ്ങിയതിന് ശേഷം ജസ്റ്റ് 1 ഇഞ്ച് താഴെ വെച്ച് അത് നമ്മൾ പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുക. അത് വീണ്ടും നമുക്ക് അവിടെ പുതിയ ബഡ്സ് വന്ന് പുതിയ ഫ്ലവേഴ്സ് കൊലയായിട്ട് കിളിച്ചു വരുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ പ്രൂൺ ചെയ്യുക. അത് വളരെ നെസസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. പൂ വന്നതിന് ശേഷം 1 ഇഞ്ച് താഴെ വെച്ച് കട്ട് ചെയ്ത് മാറ്റുക. അതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി അവിടെ തേച്ച് വെക്കുകയാണെങ്കിൽ വേറെ ഇൻഫെക്ഷൻ ഒന്നും വന്ന് ചെടി ഉണങ്ങിപ്പോകാതെ ഇരിക്കാൻ വളരെ നല്ലതാണ് മഞ്ഞൾപ്പൊടി. ഒരു നാച്ചുറൽ നമ്മുടെ ഒരു ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാനുള്ള ഒരു ഇത് നമ്മുടെ മഞ്ഞൾപ്പൊടിക്കുണ്ട്. അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി വളരെ നല്ലതാണ്. മഞ്ഞൾപ്പൊടി തേക്കുകയാണെങ്കിൽ ആ ഭാഗം വെച്ച് ഉണങ്ങിപ്പോകാതിരിക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, അതൊരു നാച്ചുറൽ സൊല്യൂഷനാണ്. അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അന്നേരം നിങ്ങൾക്ക് ഈ വീഡിയോ റോസ് പ്ലാന്റ്സ് ഇഷ്ടമാണ്, അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ, ഇത് 3 മൊട്ടായിട്ട് നിൽക്കുക. നേരത്തെ ഒരു പൂ വന്നതിൻ്റെ താഴെ വെച്ച് ഞാൻ കട്ട് ചെയ്തതിന് ശേഷം വന്നതാണ് പുതിയ ഇലകളും അതുപോലെ തന്നെ പുതിയ മൊട്ടുകളും. നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ റോസ് പ്ലാന്റ്സ് നല്ലതുപോലെ വളർന്ന് നല്ല പൂക്കൾ നമ്മൾക്ക് തരും.
പിന്നെ അതല്ലാതെ തന്നെ ഇതൊന്നുമല്ലാതെ തന്നെ നമുക്ക് നാച്ചുറൽ നമ്മൾ നേഴ്സറികളിലോ അല്ലെങ്കിൽ ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും ഇതിൻ്റെയൊക്കെ വളമൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിടുന്നതും നല്ലതാണ്. അന്നേരം താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ലിൻസീസ് ലിങ്ക്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ബൈ.